വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാനിനിയും 48. പിറ്റേ ദിവസം കാലത്ത് ചായ കുടിച്ചു കഴിഞ്ഞ ഉടനെ ആശ്രയ ഇറങ്ങി. ഹോസ്റ്റലിൽ ചെന്നിട്ട് വേണം ക്ലിനിക്കിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകാൻ എന്നവൾ പറഞ്ഞതുകൊണ്ട് സുദേവ് തന്നെ അവളെ ഹോസ്റ്റലിലേക്ക് ആക്കി കൊടുക്കുകയും ചെയ്തു. അവളെ ഹോസ്റ്റലിലാക്കിയ ശേഷം അവൻ തിരികെ എത്തിയപ്പോൾ വിഭ ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം പാത്രങ്ങളിലേക്ക് പകർന്നെടുക്കുകയായിരുന്നു. ചോറും കറികളും പാത്രങ്ങളിലേക്ക് ആക്കുന്നതിനിടയിൽ മുറിയിലിരുന്ന ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവൾ അതെടുക്കാൻ ഓടിയപ്പോൾ സുദേവ് അവളുടെ ചോറ്റുപാത്രവും കറിപ്പാത്രങ്ങളും അടച്ച് അത് കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ ഒതുക്കി വെച്ചു. ഫോണും കാതിൽ വെച്ച് പുറത്തേക്ക് വന്നവൾ വാ പൊത്തിക്കരയുന്നതും കുഴഞ്ഞു വീഴാൻ തുടങ്ങുന്നതും കണ്ട് സുദേവ് ഒറ്റ കുതിപ്പിന് അവളെ താങ്ങി. പിടിവിട്ട ഫോൺ അവളുടെ കയ്യിൽ നിന്നും താഴേക്ക് വീണു. കയ്യിൽ നിന്നും അവൾ ഊർന്നു പോകുന്നത് കണ്ടതും അവൻ അവളെ വട്ടം എടുത്തുയർത്തി മുറിയിലേക്ക് കൊണ്ടുചെന്ന് കിടക്കയിലേക്ക് കിടത്തി. കിടക്കയിൽ കിടത്തിയിട്ടും എഴുന്നേൽക്കാതെ മയങ്ങിക്കിടക്കുന്നവളെ കണ്ട് സുദേവ് വാഷ്റൂമിൽ നിന്നും അല്പം വെള്ളം കൊണ്ടുവന്ന് അവളുടെ മുഖത്തേക്ക് തളിച്ചു. ഞെട്ടിപ്പിടഞ്ഞ അവൾ കണ്ണുകൾ മിഴിച്ചു. അവളുടെ കൃഷ്ണമണികൾ ലക്ഷ്യമില്ലാതെ അങ്ങുമിങ്ങും തെന്നിമാറുന്നത് കണ്ടതും അവൻ അവളുടെ കവിളിൽ തട്ടി മെല്ലെ വിളിച്ചു. വിഭക്കുട്ടി, ഡാ, എന്താ പറ്റിയേ? ആരാ വിളിച്ചത്? അല്പനേരം പകച്ച കണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയ അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ എഴുന്നേറ്റിരുന്ന് അവനെ വട്ടം ചുറ്റിപ്പിടിച്ചു. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ അവനെ അള്ളിപ്പിടിച്ചു. ഒരു കൈകൊണ്ട് അവളെ ചേർത്തു പിടിച്ച അവൻ മറു കൈകൊണ്ട് അവളുടെ മുഖം നെഞ്ചിലേക്ക് ചേർത്ത് മുടിയിലേക്ക് മുഖം അമർത്തി. ഇന്നലെ എന്നെ കാണാൻ വന്നിട്ട് ഉള്ളില് സങ്കടമൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓർത്തില്ല ഉണ്ണേട്ട എന്നെ അവസാനമായിട്ട് കാണാൻ വന്നതാണ്. സങ്കടത്തോടെ എഴുന്നേറ്റ് പോകുന്ന കണ്ടപ്പോ സ്വന്തം ജീവിതം ഇങ്ങനെ അവസാനിപ്പിച്ച് കളയാനാ ആ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല ഉണ്ണേട്ട. കരച്ചിലിനിടയിൽ അവൾ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുനീരൊഴുകി സുദേവിന്റെ നെഞ്ചിൽ വീണു പടർന്നു. കൈകൾ കൊണ്ടവളെ ചേർത്തു പിടിച്ച് ആ മുടിയിഴകളിൽ തലോടി അവൻ അവളെ ആശ്വസിപ്പിച്ചു. എന്നിട്ടും നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നവളുടെ നെറുകയിൽ അവന്റെ ചുണ്ടുകൾ മെല്ലെ അമർന്നു. കരയല്ലേടാ പൊന്നെ. ആർദ്രമായ ആ ശബ്ദത്തോടൊപ്പം ആദ്യമായി അറിഞ്ഞ ചുണ്ടുകളുടെ തണുപ്പിൽ അവളുടെ ശരീരം കിടുത്തു. അവൻ ഒന്നുകൂടി തന്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്തു പിടിച്ചു. അച്ഛനെ കാണണോ കുഞ്ഞോൾക്ക്? വേണേ നമുക്ക് പോകാം. കാതോരം അവന്റെ മന്ത്രണം കേട്ടതും ഏങ്ങലടിച്ചുകൊണ്ടവൾ നിഷേധാർത്ഥത്തിൽ തലയിളക്കി. വേണ്ട ഉണ്ണിയേട്ട, എനിക്ക് കാണണ്ട. അച്ഛൻ മരിച്ചു കിടക്കുന്നത് എനിക്ക് കാണണ്ട. ഇന്നലെ വന്നത് എന്റെ കൺമുന്നിലുണ്ട്, അത് മതി എനിക്ക്. ഒരിക്കൽ കൂടി അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തിയ ശേഷം അവൻ അവളെ കിടക്കയിലേക്ക് ചായ്ച്ചു കിടത്താൻ ശ്രമിച്ചു. അവന്റെ നെഞ്ചിലെ ആ കരുതലിൽ നിന്നും വിട്ടുമാറാൻ ഇഷ്ടമില്ലാത്തതുപോലെ അവൾ അവനെ അള്ളിപ്പിടിച്ചു. തിരികെ നെഞ്ചിലെ ചൂടിലേക്ക് തന്നെ അവളെ ചേർത്തിട്ട് അവൻ ചോദിച്ചു, ആരാ ഇപ്പോ ഇത് വിളിച്ചു പറഞ്ഞത്? ഹരിണി. കുഞ്ഞോളൊന്ന് ഇരിക്കാമോ? ഞാൻ ആ ഫോണൊന്ന് നോക്കട്ടെ. സുദേവ് പറഞ്ഞത് കേട്ട് അവൾ തലയാട്ടിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി. അവൻ എഴുന്നേറ്റ് മുറിയുടെ പുറത്തെ തറയിൽ കിടന്നിരുന്ന ആ മൊബൈൽ എടുത്തു നോക്കി. സ്ക്രീൻ ഗാർഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും അതിനുണ്ടായിരുന്നില്ല. അവൻ ഫോൺ ഓണാക്കി. അരുണിയുടെ കോൾ കട്ടായി പോയിരുന്നു. അവൻ ഫോൺ എടുത്ത് അവളെ തിരികെ വിളിച്ചുകൊണ്ട് മുറിക്കകത്തേക്ക് ചെന്നു. വിഭ അവനെയും നോക്കി ഏങ്ങലടിച്ചുകൊണ്ട് കട്ടിലിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കോൾ കണക്റ്റായതും അവൻ ഫോൺ ചെവിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് വിഭയുടെ അടുത്ത് കട്ടിലിൽ തന്നെ ഇരുന്നു. ഹലോ ഹരിണി, ഞാനാ സുദേവ്. മനസ്സിലായി ചേട്ടാ, ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എന്തേ? കോൾ പെട്ടെന്ന് കട്ടായിപ്പോയി. അവളുടെ സ്വരവും അടഞ്ഞിരുന്നു. പെട്ടെന്ന് കേട്ട ഷോക്കിലെ
ഫോൺ വിഭയുടെ കയ്യിൽ നിന്നും താഴെ വീണുപോയി. എന്താ സംഭവിച്ചത്? പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്പനേരത്തേക്ക് മറുപുറം നിശബ്ദമായിരുന്നു. ഹരിണി ദീർഘമായി ശ്വസിക്കുന്ന ശബ്ദം മാത്രം അവൻ കേട്ടു. ഇന്നലെ വിഭയെ കാണാൻ അച്ഛനിവിടെ വന്നിരുന്നു എന്ന് വിഭ പറഞ്ഞു. ആള് ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പോൾ. അതെ ചേട്ടാ, അച്ഛൻ ഇന്നലെ രാത്രി എന്നെയും വിളിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്തു കളയും ഓർത്തില്ല. അപ്പുറം കരച്ചിൽ കേട്ടതും അവൻ നിശബ്ദനായി. അവളുടെ കരച്ചിലൊന്നൊതുങ്ങിയപ്പോൾ അവൻ ചോദിച്ചു, ഹരിണി ഇപ്പോഴെവിടെയാ ഉള്ളത്? ഞാനിപ്പോ ബാംഗ്ലൂർ എയർപോർട്ടിലാ ചേട്ടാ. 9:30 ഒരു ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ആലപ്പുഴക്ക് വരുന്നില്ല കേട്ടോ. വേണ്ട ചേട്ടാ, ചേച്ചി അങ്ങോട്ട് കൊണ്ടുവരണ്ട. എല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. പുറം കൈകൊണ്ട് മുഖം തുടച്ചിട്ട് വിഭ ഫോണിനു വേണ്ടി കൈ നീട്ടുന്നത് കണ്ടതും സുദേവ് പറഞ്ഞു, ഹരിണി ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യൂ, ഞാൻ ഫോൺ വിഭക്കുട്ടി കൊടുക്കാം. സുദേവ് നീട്ടിയ ഫോൺ വാങ്ങി അവൾ ചെവിയിലേക്ക് ചേർത്തു. ചേച്ചി. ചെറിയൊരു തേങ്ങലോടെയുള്ള ഹരിണിയുടെ വിളി അവളുടെ കാതിൽ പതിഞ്ഞു. മോളെ, ചേച്ചി ഇവിടെ ഉണ്ടാകും. എന്താവശ്യമുണ്ടേലും എപ്പോ വേണേലും വിളിക്കുകയും വരികയും ചെയ്യാം കേട്ടോ. പൂവ് ചേച്ചി, ഞാൻ വെക്കട്ടെ, അവിടെ എത്തിയിട്ട് വിളിക്കാം. ശരി മോളെ. കോൾ കട്ടായ ഫോണും പിടിച്ച് ഇടയ്ക്കൊന്ന് മൂക്ക് വലിച്ച് ആലോചനയോടെ ഇരിക്കുന്നവളെ നോക്കി സുദേവും അവിടെ തന്നെ ഇരുന്നു. അന്ന് ആ ദിവസം മുഴുവനും അവൾ ആ മുറിയിൽ തന്നെ കിടന്നും ഇരുന്നും ഇടയ്ക്കൊക്കെ പഴയ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞും കഴിച്ചുകൂട്ടി. ജ്യോതിഷിനോട് സുദേവ് തന്നെ വിളിച്ച് വിഭ ഇന്ന് ലീവായിരിക്കുമെന്ന കാര്യം പറഞ്ഞു. അവനും അന്ന് പുറത്തേക്കൊന്നും പോകാതെ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളോടൊപ്പം ഫ്ലാറ്റിൽ തന്നെ ഇരുന്നു. ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചവളെ നിർബന്ധിച്ച് ഭക്ഷണവും കഴിപ്പിച്ചു. വൈകുന്നേരം ആശ്രയയും ഹരിയും ഫ്ലാറ്റിലേക്കെത്തി. ആശ്രയയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ വിഭയെ അവൾ ആശ്വസിപ്പിക്കുമ്പോൾ ഹരി പുറത്തേക്ക് ഇറങ്ങി. ഞാനവിടുത്തെ സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു ചേട്ടാ, ആള് തൂങ്ങി മരിച്ചതാ. അവരുടെ വർക്ക്ഷോപ്പിൽ വെച്ചായിരുന്നു സംഭവം. സുദേവ് ഒന്ന് മൂളി. വിഭയ്ക്ക് പുള്ളിയെ കാണണമെന്ന ആഗ്രഹം വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, പുള്ളി മരിച്ചു കിടക്കുന്നത് കാണേണ്ടെന്നാ പറഞ്ഞത്. അതെന്തായാലും നന്നായി. അവിടെ പോയാലിനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതും പ്രശ്നമാകും. അതെ, അതുകൊണ്ട് ഞാനും നിർബന്ധിച്ചില്ല. വീട്ടിലെ ഞാൻ പറഞ്ഞില്ല കേട്ടോ, അമ്മയ്ക്ക് ചെറിയൊരു പനിക്കോളുണ്ട്. ഇത് കേട്ടാ പിന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറയും. അത് നന്നായി. വന്നിട്ടും ഇപ്പൊ എന്തു ചെയ്യാനാ? അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ രമച്ചിറ്റയും അനൂപും കയറി വന്നു. അവരെയും സുദേവ് തന്നെയായിരുന്നു കാര്യം വിളിച്ചു പറഞ്ഞത്. കുറെ നേരം ഇരുന്ന് അവളെ ആശ്വസിപ്പിച്ചിട്ടാണ് എല്ലാവരും മടങ്ങിയത്. ആശ്രയയോട് അന്ന് ഫ്ലാറ്റിൽ നിന്നുകൂടെ എന്ന് ഹരി ചോദിച്ചെങ്കിലും ഈ അവസരത്തിൽ അവർ രണ്ടുപേരും തനിയെ നിൽക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞ് അവളും ഹരിയോടൊപ്പം ഇറങ്ങി. എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം അന്ന് രാത്രിയും ഭക്ഷണം കഴിക്കാൻ മടിച്ചവളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചിട്ട് റൂമിൽ കിടത്തിയിട്ടാണ് സുദേവ് മുറിയിലേക്ക് പോയത്. വൈകുന്നേരം മുതൽ മൂടിക്കെട്ടി നിന്നിരുന്ന അന്തരീക്ഷം അപ്പോഴേക്കും പെയ്യാൻ തുടങ്ങിയിരുന്നു. ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ സുദേവ് അപ്പുറത്തെ പറമ്പിൽ നിന്നും അങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന മാവിന്റെ ഇലകളിൽ മഴ പെയ്ത് നനയുന്നതും നോക്കി നിന്നു. രാത്രി മഴയുടെ മയക്കുന്ന സൗന്ദര്യവും തണുപ്പും. തിരികെ കട്ടിലിലേക്ക് വന്നു കിടന്ന സുദേവ് റീഡിംഗ് ലാമ്പ് ഓൺ ചെയ്തിട്ട് പകുതി വായിച്ചു നിർത്തിയിരുന്ന പൗലോ കൊയ്ലോയുടെ ദി ആൽക്കമിസ്റ്റ് എന്ന നോവലെടുത്ത് കട്ടിലിൽ ചാരി വെച്ചിരുന്ന തലയിണയിലേക്ക് ചാരിയിരുന്ന് വായിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞ് മുറിയുടെ വാതിൽക്കൽ ഒരു കാൽപെരുമാറ്റം കേട്ട അവൻ മുഖമുയർത്തി നോക്കി. വാതിൽക്കൽ സംശയിച്ചു നിൽക്കുന്ന വിഭയെ കണ്ട് അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. എന്താടാ? എനിക്ക് പറയാൻ മടിച്ച് അവൾ വാതിൽക്കൽ തന്നെ നിന്നു. അവൻ ബുക്ക് കട്ടിലിന്റെ തലയ്ക്കലേക്ക് വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ കുഞ്ഞോളെ, പറയ്.
കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒറ്റയ്ക്ക് കിടക്കാൻ. പറയാൻ വന്നത് മുഴുമിപ്പിക്കാതെ അവൾ ഏങ്ങലടിക്കുന്നത് കണ്ട് അവൻ അടുത്തേക്ക് ചെന്ന് അവളുടെ തോളിൽ പിടിച്ച് മുഖത്തേക്ക് നോക്കി. വാടാ. അരുമയോടെ അവൻ വിളിച്ചതും അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു. ഇന്നിവിടെ കിടന്നാ മതി, ഞാനുണ്ടാകൂടെ. കിടന്നോ? അവൾ മറുപടി പറയാതെ കട്ടിലിന്റെ തലക്കൽ നഖം കൊണ്ട് കോറി നിന്നു. പേടിക്കണ്ട, കിടന്നോടാ. അവൻ നിർബന്ധിച്ചതും അവനെ ഒന്ന് നോക്കിയിട്ട് കട്ടിലേക്ക് കയറിയ അവൾ ഭിത്തിക്ക് നേരെ മുഖം തിരിച്ചു കിടന്നു. അവൻ പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചു. ഭൂമിയെ മുഴുവനായി നനക്കാനുള്ള ആഗ്രഹത്തോടെ പുറത്ത് മഴ വീണ്ടും ശക്തി പ്രാപിച്ചിരുന്നു. സുദേവ് ഒരു കസേര വലിച്ചിട്ട് കട്ടിലിനോട് ചേർത്തിട്ടിട്ട് അതിലേക്ക് ഇരിക്കാൻ തുടങ്ങുകയായിരുന്നു. അവളിൽ നിന്നും വീണ്ടും ഏങ്ങലടികൾ ഉയർന്നതും അവൻ എഴുന്നേറ്റ് കട്ടിലേക്ക് ഇരുന്നിട്ട് തോളത്ത് മെല്ലെ തട്ടി അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. അവൻ തോളത്ത് തട്ടിയതും ഒറ്റ തിരിയലിൽ അവന് നേരെ തിരിഞ്ഞ അവൾ കൈയെടുത്ത് അവനെ വട്ടം കെട്ടിപ്പിടിച്ചു. പോകല്ലേ, എനിക്ക് പേടിയാ. വാക്കുകളിലെ സങ്കടവും ഭയവും കൈകളിലെ വിറയലും അവനെ അവിടെ തളച്ചിട്ടു. ശരി, പോകുന്നില്ല. ലൈറ്റ് കിടത്തട്ടെ. അവൾക്ക് നേരെ തിരിഞ്ഞ അവനിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് അവൾ തലയിളക്കി. വേണ്ട. ശരി, അതും കെടുത്തുന്നില്ല. അവളെ ഒന്ന് ഒതുക്കി കെടുത്തിയ ശേഷം അവൻ തലയിണയിലേക്ക് ചാരിയിരുന്നിട്ട് തലക്കൽ വെച്ചിരുന്ന ബുക്കെടുത്ത് വീണ്ടും വായിക്കാനായി നിവർത്തി. അവൾ അവനെ ഒന്നുകൂടി വട്ടം ചുറ്റിപ്പിടിച്ചിട്ട് അവന്റെ നെഞ്ചിന്റെ വശത്തേക്ക് മുഖം പൂഴ്ത്തി. അവൻ മുഖം ചരിച്ച് അവളെ നോക്കി. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കിടക്കയിൽ ഒരു പെണ്ണ്. നീ എൻ്റെ ആരാണ് പെണ്ണെ? ഒരു ദിവസം അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നവൾ. ഇന്നവൾ തനിക്ക് ആരെല്ലാമോ ആയിരിക്കുന്നു. താൻ കൈവിട്ടാൽ ജീവിതത്തിൽ ഒറ്റക്കായി പോയേക്കാവുന്ന ഒരു പെൺകുട്ടി. പക്ഷേ കൈവിട്ട് കളയാനാവാത്ത വിധമൊരു ബന്ധം തൻ്റെ ഉള്ളിൽ വളർന്നിട്ടില്ലേ? അപ്പച്ചിയും ഹരിയുമെല്ലാം നിർബന്ധിക്കുമ്പോഴും അതിന് വ്യക്തമായൊരു ഉത്തരം നൽകാതെ മാറി നിൽക്കുന്നത് വാവയെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ്. നാളെ അവൾ തനിക്കൊപ്പം ജീവിക്കാനായി എത്തുമ്പോൾ അവൾക്കൊരു പക്ഷേ വിഭയെ അംഗീകരിക്കാനായില്ലെങ്കിൽ 3 പേരും തകർന്നു പോകും. അല്ലെങ്കിലും ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. ആഗ്രഹിച്ചതിനെ കയ്യെത്തും ദൂരത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിലേക്ക് 1000 കാതം അകലം സൃഷ്ടിച്ചു കളയും. മനസ്സിന്റെ തുലാസിൽ അത്രയേറെ പ്രാധാന്യമുള്ള 2 പേർ ആരിയ്ക്കുന്ന തട്ട് താഴും. ഒരു പ്രശ്നമുണ്ടായാൽ ഇതിൽ ആരെയെങ്കിലും വിട്ടുകളയാൻ തനിക്കിന് സാധിക്കുമോ? ഉള്ളിലുയർന്ന ചോദ്യങ്ങളോടെ അവൻ അവളുടെ നേർക്ക് നോക്കി. അവളുടെ ശ്വാസം താളാത്മികമായി മാറിയിരുന്നു. കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കമായി കണ്ണടച്ചുറങ്ങുന്നവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തേടുകയായിരുന്നു മനസ്സ്. വാവ എൻ്റെ ജീവനാണെങ്കിൽ നീ എൻ്റെ ആത്മാവ് തന്നെയാ വിഭക്കുട്ടി. നീ എനിക്ക് മറ്റാരുമല്ല, ഞാൻ തന്നെയായി മാറിയിരിക്കുന്നു എന്നതുപോലെ എൻ്റെ ആത്മാവിലും ശരീരത്തിലും നീ എന്ന സത്യം ഇപ്പോൾ ചുറ്റിപ്പിണഞ്ഞു പോയിരിക്കുന്നു. മരണത്തിലും പിരിയാത്ത ആത്മാവ് പോലെ നീ എന്നിൽ നിറഞ്ഞിരിക്കുന്നു. മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളിൽ ഹൃദയം നിറഞ്ഞു തുളുമ്പിയപ്പോൾ മുഖം കുനിച്ച് അവളുടെ നെറുകയിൽ ഒരു ചുംബനം നൽകിയവൻ. ഉറക്കത്തിൽ ഒന്ന് ചിണുങ്ങിയ അവൾ അവനിലേക്ക് ഒന്നുകൂടി ചുരുണ്ടുകൂടി. അവളുടെ മുഖം മെല്ലെ ഉയർത്തി നെഞ്ചിലേക്ക് കിടത്തിയിട്ട് ആ മുടിയിഴകളിൽ തലോടിക്കൊണ്ടവൻ നോവൽ വിടർത്തി വായന തുടർന്നു. പുറത്തപ്പോഴും പ്രകൃതി പ്രണയത്താൽ ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നു. മാവിൻ കൊമ്പിലെ രാപ്പാടി നനഞ്ഞ ചിറകുകൾ കുടഞ്ഞ് നീട്ടിപ്പാടി. മഴയുടെ തണുപ്പ് മുറിയിലേക്കും അവന്റെ ഉള്ളിലേക്കും അരിച്ചിറങ്ങാൻ തുടങ്ങിയിരുന്നു. തുടരും. പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും ചെയ്യണേ. See you